മണിക്കുട്ട ഇങ്ങോട്ട് നോക്കി അവിടെ എന്തേലും നോക്കണം. എന്താ എടാ രാമന് ഒരു ഉത്തരവാദിത്വം ഇല്ല. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മാമന്റെ മോനല്ലയോ, എങ്ങനെ ഉത്തരവാദിത്തം വരും? അതെന്തൊരു വർത്താനോടാ നീ പറഞ്ഞത്? നോക്ക് ഇറ്റിങ്ങനെ പേടി ഉണ്ട്, എന്നെ മാത്രമേ ഉള്ളൂ. എന്തോ ആരെ? എന്നെ മാത്രമേ ഉള്ളൂ അവന്റെ പേടി. ഇങ്ങനെ ചിരിപ്പിക്കരുത് മാമനൊരു കാര്യം അറിയാവോ? അവൻ ആരെയെങ്കിലും ഒരല്പമെങ്കിലും പേടിയുണ്ടെങ്കിൽ എന്റെ അളിയൻ രവിയളിയനെയും പിന്നെ ചിന്നുവിനെയും മാത്രമേ ഉള്ളൂ. ചേട്ടാ അത് സ്നേഹം കൊണ്ടുള്ള പേടിയാണ്. എന്റേത് അങ്ങനെയല്ല. അവനറിയാൻ അടി ദേശ കിട്ടുമെന്ന്. അവനെ അടിക്കാനോ? പിന്നെ അവനെ അടിക്കാൻ. എന്റെ മാമ അവൻ കല്യാണം കഴിച്ച് വലിയ ചെറുക്കനാ. അവനൊക്കെ അടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചടിയുള്ളൂ. അങ്ങനൊന്നും എന്നെ അടിക്കൊന്നുമില്ല. ഇങ്ങോട്ട് നോക്ക്, എന്റെ സ്വഭാവമാണ്. ഒന്ന് പറഞ്ഞ രണ്ടിനെ അടി. അങ്ങനെ സ്വഭാവല്ലേ? അതൊക്കെ മാറ്റം വരുത്തണം, ഇല്ലെങ്കിൽ പ്രശ്നമാകും. അതുകൊണ്ട് നീ ഒന്ന് കാര്യം പറഞ്ഞൊന്ന് മനസ്സിലാക്കി അവനൊന്ന് ഉപദേശിക്കണം. നോക്കാം, പക്ഷെ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. അല്ല അത് എന്നാലും ഇത് പറഞ്ഞു നോക്കാം മാമ, പറഞ്ഞു നോക്കാം. മാറ്റം വരുന്നെങ്കിൽ വരട്ടെ. നോക്കാം, ധൈര്യമായിട്ട്. എന്താടി? ഞങ്ങളൊരു ചായ കുടിക്കാൻ പോയതാ. എന്നെ കൊണ്ടുപോകുന്നത്? നിന്നെ ഇപ്പം നീ വലിയൊരു ചായ കുടിക്കാൻ പോണ അവിടെയൊക്കെ നിന്നെ കൊണ്ടുപോകണോ? ഒരു പരിപാടി എങ്ങനെ മേടിച്ചോണ്ടോ? അത് പരിപാടി ഞങ്ങൾ അവിടുന്ന് കഴിച്ചായിരുന്നു. കൊള്ളാം കൊള്ളാം. എന്റെ അടുത്ത് ഒരു സ്നേഹമില്ലല്ലേ? അപ്പോന് ഒരു സ്നേഹമില്ല. മാമന്റെ ഞാൻ ഒട്ടും പ്രതീക്ഷയിലാമ. അല്ല മാമൻ എന്താ? മാമ കല്യാണം കഴിഞ്ഞപ്പോ മാറിപ്പോയി. എടി കല്യാണം കഴിഞ്ഞ എനിക്കെന്താ മാറ്റം? മാറി. എന്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല, അത് തന്നെ. അങ്ങനെ സ്നേഹക്കുറവൊന്നും എന്നോട് വന്നിട്ടില്ല. മാമ ഈ സ്നേഹം എന്നൊക്കെ പറയണ്ടല്ലോ, ഉള്ളിന്ന് വരണം. അപ്പൊ ഇതിനകത്തൊന്നുമില്ല. അതല്ല മോളെ, അതൊക്കെ എന്റെ റാമങ്ങള്. എവിടെ പോയാലും എന്നെ കൊണ്ടുപോകും. അഥവാ എന്നെ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ടെങ്കിലും വരും. ഇത് അല്ല. ഓ ശരി ശരി. അവളെന്താ മാമ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? എടാ അതിന് കാര്യമുണ്ട്. അവൻ പുറത്തു പോകുമ്പോഴേ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ അവക്ക് തിന്നാൻ എന്തെങ്കിലും മാറ്റോണ്ട് വരും. 50 പൈസയുടെ മുട്ടായെങ്കിലും മാറ്റോണ്ട് വരും അവൻ. അയ്യയ്യയ്യയ്യേ, 50 പൈസയുടെ മിഠായിക്കാണോ അവനോട് ഇത്രയും സ്നേഹം? എനിക്കിപ്പോഴേ ഒരു 500 രൂപയുടെ മിഠായി അവക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല. പിന്നെ എന്താ ഞാൻ വാങ്ങിച്ചു കൊടുക്കാത്ത? എന്താ ഞാൻ വാങ്ങിച്ചു കൊടുക്കാത്ത? എന്തെന്ന് കാര്യം പറ. എന്ന് പറഞ്ഞാലേ മിഠായി കഴിച്ചു കഴിഞ്ഞാൽ പിള്ളേരുടെ പല്ലു മൊത്തം പുഴു വരിച്ചു. അത് ശരിയാണ്. അപ്പോഴേ അവന്റെ കാര്യം മറന്നുപോയില്ലേ? അതൊക്കെ ഏറ്റു മാമ. പക്ഷെ ഞാന് അതല്ല ആലോചിക്കുന്നത്. ഇത്രയും വലിയ കുടുംബത്തിൽ ജനിച്ചിട്ട് അവനെന്താ ഇങ്ങനെ ആയിപ്പോയേ? ഇത്രയും നല്ല കുടുംബത്തിൽ പറഞ്ഞതാണ് നീ. അല്ല അത് എല്ലാവർക്കും അറിയാമല്ലോ. പുലിയുടെ വീടെന്ന് പറഞ്ഞാ നാട്ടിൽ മൊത്തം അറിയാം. നീ എന്ത് ഇങ്ങനെ ആയിപ്പോയേ? ഉപദേശിക്കണമല്ലേ? വേറെ ആരെങ്കിലും അന്വേഷിക്കും. ഇല്ല മാമ, എനിക്കിട്ട് പാര വെച്ചിട്ട് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. കാര്യം പറഞ്ഞ് മനസ്സിലാക്കണവന്റെ അടുത്ത്. കേട്ടോ അവൻ തിന്നില്ലെങ്കിലും അവളെ ഊട്ടണം എന്നല്ലേ? ഭയങ്കര സ്നേഹമാണല്ലോ. പിന്നല്ല. കഴി ആരെങ്കിലും കണ്ടോണ്ടോ ചുമ്മാ സിനിമ പോലെ ചുമ്മാ ചേട്ടാ ഇങ്ങനെ നിന്ന് കഴിക്കണം. നമ്മള് നോക്ക് കണ്ണിൽ എന്തോന്ന് ഇവിടെ അനങ്ങല്ലേ? അനങ്ങാന്നില്ല. ഇവിടെ കംപ്ലീറ്റ് റൊമാൻസാ മാമ. അണ്ണ റൊമാൻസ് മണ്ണാൻ കട്ടിയൊന്നുമില്ല. കണ്ണിൽ പൊടി പോയത് മനസ്സിലായി. അണ്ണ ഇങ്ങനെ നിക്കണേ? ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് പോവായിരുന്നു. അയ്യേ എവിടെ പോണേ? ഈ പിന്നെ വോട്ട് ചെയ്യാൻ പോണം. വോട്ട് ചെയ്യാൻ?
എന്തോന്നുണ്ട്? അല്ല രാജ്യസഭയിലേക്ക്. അന്ന് എവിടെ ഇരിക്കും, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. ചായ ഒന്നും വേണ്ട ഞങ്ങൾക്ക്. നിങ്ങൾ കൂടി. മാമ എന്താ കാണിക്കണേ? നിങ്ങൾ കുടിച്ചാ മതി. അങ്ങോട്ട് ഇറങ്ങ്. എന്തോന്നാട്ടോ ഇങ്ങനെ കാണിക്കണേ? എന്തോ കണ്ണിന്ന് മറ്റേ കൺപീറ്റ് എടുത്തേനാ. അണ്ണായാണ്ട് കൊള്ളാം. ഞാൻ ആലോചിച്ചത് ഈ അണ്ണനൊരു ആ പ്രാന്തി പിങ്കി പെണ്ണാണ് വന്നെങ്കിലോ പങ്ക പോകൂല. പങ്ക അതിന്റെ ഇടയിരുന്ന് വരവി അതെ. ഈ ചായയും കുടിച്ച് എന്റെ ബിസ്ക്കറ്റും എടുത്ത് നിന്ന് ഒരു മര്യാദ എന്നൊന്നില്ല കേട്ടോ. ഒരു മര്യാദ. എന്നാ ഒരു ഭാര്യയെ ഭർത്താവാണ്, അവരെ ഒരുമിച്ചിരുന്നോണ്ട് നമ്മളെ പോയി ശല്യപ്പെടുത്തില്ല. അങ്ങനെയില്ല. അവള് വന്ന് ഇടയിരുന്ന് അണുകുണുങ്ങണ്. ബിസ്ക്കറ്റ് വേണോ? വേണ്ട. കഴിക്ക്. നീ എവിടെയായിരുന്നു? എന്നെ കാണാനില്ലായിരുന്നല്ലോ. എവിടെ ഇട്ടായിരുന്നു? കുറച്ചു നേരം വന്നിട്ട് എന്നെ പറ്റിയാണോ പറഞ്ഞേ? നിന്നെ പറ്റിയല്ലടി. നമ്മൾ അപ്പുറത്തുള്ള പങ്കജാക്ഷൻ എന്നൊരു അങ്കിളില്ലേ, അങ്കിളുടെ കാര്യം പറഞ്ഞു. പുള്ളി വെറുതെ വാചം അടിക്കും ഒരാവശ്യമില്ലെങ്കിൽ. എനിക്കറിയായിരുന്നു. എന്തോന്ന്? ഞാൻ പോണം. പിങ്കി ബിസ്ക്കറ്റ്. അതെ, ഞാൻ ഹോസ്റ്റലിൽ പോയി നിൽക്കണാണ് നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. ഇത്ര പ്രാവശ്യം ഞാൻ കൈയും കണ്ണും ഒന്ന് കാണിച്ചേട്ടൻ ഇരുന്ന് പ്രസംഗിച്ചോണ്ടിരുന്നു. ഞാൻ കണ്ട വിളിക്കുന്നു. അതിനല്ലേ ഞാൻ തോണ്ടിയത് ചേട്ടന്. ആധാരമൊന്നുമില്ല. പിടി തിന്ന്. നീ കഴി. പിടി. നമുക്ക് നല്ല വിഷമായെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് വിഷമായതിനെ കുഴപ്പമില്ല. കുന്ത പോ ചേട്ടാ അവിടെ. നീ എവിടെ പോണാടി?